ഹായ്, ഞങ്ങൾ കൊച്ചി ബിനാലെ കാണാൻ വന്നാട്ടാ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാട്ടാ. ആദ്യം ബിനാലെ എന്താണെന്ന് അറിയാത്തവർക്ക് ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം. അതായത് ഇതൊരു ഇൻ്റർനാഷണൽ കലാമേളയാണ്. അതായത് ഇന്ത്യക്കകത്തും പുറത്തുള്ള ഒരുപാട് കലാകാരന്മാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു കലാമേളയാണ്. ഈ വർഷത്തെ ബിനാലയുടെ തീം എന്ന് പറയുന്നത് ഫോർ ദ ടൈം ബീയിങ് എന്നാണ്. അതായത് ഇപ്പോൾ ഉള്ള സമയം, മനുഷ്യരുടെ ജീവിതം, ഓർമ്മകൾ, അനുഭവങ്ങൾ ഇതെല്ലാം കലയിലൂടെ കാണിച്ചു തരികയാണ്. ഇവിടെ പെയിൻറ്റിങ്, ശില്പങ്ങൾ, വീഡിയോ, സൗണ്ട് ആർട്ട്, വലിയ ഇൻസ്റ്റാളേഷൻസ് ഇങ്ങനെയുള്ള ആർട്ട് വർക്കുകളൊക്കെയാണ് കാണാൻ വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ശരിക്കും ഈ ബിനാലെ എങ്ങനെയാണ് എൻജോയ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ ആർട്ട് വർക്ക് കാണുമ്പോഴും അതുണ്ടാക്കിയ ആർട്ടിസ്റ്റ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മളിങ്ങനെ ചിന്തിക്കണം. അപ്പോൾ നമ്മൾ ഓരോ ആർട്ട് വർക്ക് കാണുമ്പോഴും എന്താണ് അതിൻ്റെ മീനിങ്, അതിലെന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ, എന്താണ് സ്റ്റോറി അതിൻ്റെ എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും. ചിലതൊക്കെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും, ചിലതൊക്കെ 2, 3, 4 തവണ നോക്കിയാലും നമുക്ക് മനസ്സിലാവില്ല, ചിലത് മനസ്സിലാവേ ഇല്ല. നമ്മൾ ഓരോന്നും മനസ്സിലാക്കിയെടുക്കാനുള്ള ആ ചിന്തകളില്ലേ, ആ ചിന്തകളാണ് ഇതിൻ്റെ ആസ്വാദനം. ചില ആർട്ട് വർക്കുകളൊക്കെ കാണുമ്പോൾ ആർട്ടിസ്റ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആ ആർട്ട് വർക്കിൻ്റെ സൗണ്ടിലൂടെയും വിഷ്വലിലൂടെയും ശരിക്കും ഫീൽ ചെയ്യും. നമ്മളിതൊക്കെ കാണുമ്പോൾ മനുഷ്യരുടെ ജീവിതം, സമൂഹം, പ്രശ്നങ്ങൾ ഇതൊക്കെ വേറൊരു ആംഗിളിൽ കൂടി ചിന്തിക്കാൻ നമ്മളെ സഹായിക്കും. ഇവിടെ വരുന്ന ആർക്കും ഒരു തിരക്കുമില്ല കേട്ടോ. എല്ലാവരും വളരെ സമാധാനത്തിൽ ശാന്തമായിട്ടാണ് പതുക്കെ പതുക്കെ ഓരോന്ന് കണ്ടു പോകുന്നത്. അങ്ങനെയാണ് ഇത് ശരിക്കും കാണേണ്ടത്. കുറേ ഉണ്ട് കാണാൻ കേട്ടോ. കുറേ ആർട്ട് വർക്കുകളുണ്ട്. നമ്മൾ ഓരോന്നും ഇങ്ങനെ കണ്ട് ഇങ്ങനെ കുറേ സമയമെടുത്ത് കാണുന്നൊരു പരിപാടിയാണത്. ഒരുപാട് ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, എന്ന് വെച്ചാൽ ഒരുപാട് നേരം എന്തെങ്കിലും ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരില്ലേ, അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയ പരിപാടി ഇത്. എന്ന് വെച്ചാൽ ഇത് ഓരോന്നും ഇങ്ങനെ ചിന്തിച്ചാണ് ഇത് ആസ്വദിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൂടുതൽ ഇത് എൻജോയ് ചെയ്യാൻ പറ്റും. ചില ആർട്ട് വർക്കുകളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. നമ്മളിങ്ങനെ ആലോചിക്കണം, എന്താണ് ശരിക്കും ക്രിയേറ്റർ ഉദ്ദേശിക്കുന്നതെന്ന് ഒരുപാട് ആലോചിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. നമ്മൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റും ചിന്തകളൊക്കെ വേറൊരു രീതിയിലായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഒരാൾക്ക് 200 രൂപയാണ് കേട്ടോ ടിക്കറ്റ്. പക്ഷേ എനിക്ക് യാദൃശ്യമായിട്ട് 2 ഫ്രീ പാസ് കിട്ടി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ടാറ്റാ.